ഒരു പൂരിയും മുട്ടക്കറിയും ആണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനുള്ള തക്കാളി ഉള്ളി എല്ലാം മുറിച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം പേസ്റ്റ് ആക്കിയിട്ട് പച്ചമുളകും ചേർത്ത് അരച്ച ആ ഒരു മിക്സ് ഈ തക്കാളിയുടെ ഉള്ളിയിലൊക്കെ കൂടെ അങ്ങ് മിക്സാക്കി കൊടുത്ത് മല്ലിയിലയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഓൾറെഡി ബട്ടർ ഇടുന്നുണ്ടല്ലോ. അപ്പം അതും കൂടെ വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ആ ടൈമിൽ നമുക്കൊരു ആവശ്യമുള്ളത്ര മുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കുക. ഉപ്പിടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തോട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഞാൻ മുമ്പേ കുറച്ച് പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മൈദമാവും പിന്നെ ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇത്രയും പൂരി ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ ആക്കി വെച്ച ആ തക്കാളിയുടെ ഉള്ളിയുടെ ഒക്കെ ഇതൊക്കെ തണിഞ്ഞ് അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നല്ലെണ്ണ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അടിച്ച് എടുത്ത് ആ ബ്ലെൻഡാക്കി ആ ബാറ്റർ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തിള വരുന്ന സമയത്ത് ഇങ്ങനെ മുട്ടയുടെ ഇവിടെ ഇങ്ങനെ ഒരു കീറി വെച്ച് കൊടുക്കുന്നത് വളരെ നല്ല കാര്യം. എനിക്കാണെങ്കിൽ ഞാൻ ക്യാമറ കയ്യിൽ പിടിച്ചതുകൊണ്ട് മൊബൈൽ കയ്യിലുള്ളത് കൊണ്ട് എനിക്കതങ്ങോട്ട് ശരിയാകുന്നുണ്ടായിട്ടില്ല. അതിന് ശേഷം കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിലിട്ട് മെൽറ്റ് ചെയ്യുക കറിയിലെ. അപ്പോൾ ആ ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കിങ്ങനെ പൊന്തി നിൽക്കും. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അത് ഞാൻ എൻ്റെ ഒരു ഭംഗിക്ക് ഒഴിച്ചതേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ. പിന്നിട്ട് ആ കീറി വെച്ച മുട്ട മൂന്നായിട്ട് കീറിയിട്ടില്ല കേട്ടോ, ചെറിയ കീറി വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അതിലേക്ക് കറി കയറാൻ വേണ്ടിയിട്ടാണ്. തിളച്ച എണ്ണയിലിട്ട് പൂരി നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇതാ ചുട്ടെടുത്ത പൂരി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കഴിക്കാൻ പോവാണ്. എങ്ങനെ ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് കഴിച്ചു നോക്കിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ തന്നെ ആദ്യം ആലോചിച്ച് നോക്കി അഭിപ്രായം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് പരിഹരിച്ചിട്ട് മറ്റുള്ളവർക്ക് സെർവ് ചെയ്താൽ മതിയല്ലോ. അപ്പം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.